എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പാല് ചേർത്തുണ്ടാക്കുന്ന പാപ്പുട്ടിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം. അതിനായി 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 കപ്പ് അത്യാവശ്യം തിക്കായ പാലൊഴിക്കാം. തേങ്ങാപ്പാലല്ല, പശുമ്പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ കുതിരാനായി വയ്ക്കാം. നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം. അരക്കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായി മിക്സ് ചെയ്യാം. മാവിന് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. എണ്ണ തേച്ച് വെച്ച് തട്ടിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. രണ്ട് പ്രാവശ്യം വേവിച്ചെടുക്കാം. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ചെറിയ പീസുകളായി മുറിക്കാം. ഒന്നുകൂടി തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. തണുത്തിട്ടുണ്ട്. പീസുകൾ എടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി കഴിക്കാം. ചിക്കൻ കറി, മട്ടൻ കറി, തേങ്ങാപ്പാൽ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റിയായ പാപ്പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ലഞ്ച് പാപ്പുട്ടും ചിക്കൻ കറിയാണ്.